അയ്യാഷ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങള് വൈഫിന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ പോവാണ്, അവരുടെ ആന്റിന്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ വീക്കെൻഡ് ഒക്കെ ആയപ്പോൾ ജസ്റ്റ് അവരുടെ വീട്ടിൽ പോവാന്ന് വിചാരിച്ചു. മറ്റേ ഇവൻ ഒറ്റയ്ക്ക് റൂമിലൊക്കെ ഇരുന്ന് ബോറടിക്കുന്നതുകൊണ്ട് അങ്ങനെ അവിടെ പിള്ളേരുണ്ട്, അപ്പോൾ അവരെ കൂടെ കളിയും ഇതൊക്കെ ആകുമ്പോൾ അവനൊന്ന് ഉഷാറാവുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോവാന്ന് വിചാരിച്ചത്. നമ്മള് ഒരു ടാക്സിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ടാക്സി ഡ്രൈവർ. ഓൾമോസ്റ്റ് 1 hour നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. വണ്ടിയിലിരുന്ന് ബോറടിച്ചപ്പോൾ അവൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, വികൃതി കാണിക്കലും മറ്റുമായിട്ടേ. അങ്ങനെ ടൈം പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഏകദേശം ഞങ്ങൾ എത്താറായി, ബർക്കെല്ലാം കഴിഞ്ഞ് മുസന്നയിൽ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യം, ഈ ടാക്സി ഡ്രൈവർക്ക് നല്ലൊരു സ്വഭാവമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പിന്നെ AC കൂട്ടിയിടണോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ച് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. മറ്റാരും ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല മുന്നേ നമ്മൾ ട്രാവൽ ചെയ്തപ്പോഴൊക്കെ. നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നി. അതുപോലെ നമ്മൾ പോയ നമ്മുടെ ലൊക്കേഷനിൽ എത്തി. ഈ ഡ്രീം സെൻറ്റർ എന്ന ഗ്രോസറി ഷോപ്പിൻ്റെ മുകളിലാണ് ആക്ച്വലി നമ്മുടെ റൂം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രൻസ് ഇതിലൂടെ വരുന്നത്. ആ ഷോപ്പിൻ്റെ ഒരു സൈഡിലൂടെ ഇങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ റൂമിലോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ എത്തിയ ഉടനെ തന്നെ പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് റൂമിലോട്ട് പെട്ടെന്ന് ഓടി കയറുകയുണ്ടായി. നമ്മളിതിലൂടെ ജസ്റ്റ് പോയിട്ടൊരു സ്റ്റെയറും കൂടെ കയറിയാൽ നമ്മുടെ റൂം എത്തി. റോഡ് സൈഡ് തന്നെയാണ്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. സോ ഈ സ്റ്റെയറൊക്കെ ഓടിച്ചാടി കയറി പോവുക പുള്ളി. അങ്ങനെ ഫൈനലി റൂമിലെത്തി. ഡോർ അവൻ തന്നെ തുറക്കുക. ഡോർ ആക്ച്വലി ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അവൻ തന്നെ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിൽ കയറി. പിന്നെ പെട്ടെന്ന് എല്ലാവരും മിങ്കിളായി അവിടുത്തെ കളിക്കോപ്പുകളും സാധനങ്ങളൊക്കെ എടുത്ത് കളി തുടങ്ങി. ഫൈനലി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ ആയിരുന്നു. ദെൻ പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഹാപ്പിയായി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പുഡിങ് എല്ലാം കഴിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായിട്ട്.